ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കുറച്ച് ക്രിസ്മസ് കേക്കുകളും പിന്നെ നിങ്ങൾക്കുള്ള സമ്മാനവും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോകൾ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. വീഡിയോ ഫുള്ള് കണ്ട ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഗിഫ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത് തുറന്ന് അത് നമുക്ക് ആ ഒരു ഗിഫ്റ്റെല്ലാം നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. കാരണം നമുക്ക് ആ ഒരു ബീറ്ററൊക്കെ വർക്ക് ചെയ്യണമെന്നോ എല്ലാം ഒന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം വേണം നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ക്രിസ്മസിനുള്ള കുറച്ച് കേക്ക് ഓർഡറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 22-ാം തീയതിയുള്ള ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ കേക്കാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് അന്ന് വൈകുന്നേരം തന്നെ ഇവിടെ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. ഒരു 8 മണിക്കൊക്കെ കൊടുക്കേണ്ട 9 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് അരക്കിലെ കേക്കാണ് ചെയ്തത്. ഒരു പല ഫ്ലേവറിലാണ് നമ്മൾ ചെയ്ത് വെച്ചത് കേട്ടോ. മാംഗോ, അതുപോലെ തന്നെ സ്ട്രോബെറി, അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഉടൻ തന്നെ വിളിച്ച് കൊടുക്കും കേട്ടോ. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ കൂടുതൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഇത് 23-ാം തീയതി രാവിലെ കൊടുക്കേണ്ട 3 കേക്കുകളായിരുന്നു കേട്ടോ. ഒരു 7 കിലോയുടെ കേക്കുകളായിരുന്നു. മോൻ്റെ കോളേജിൽ MG കോളേജിലത്തേക്കുള്ളായിരുന്നു. അപ്പോൾ അത് 3ഉം നമുക്ക് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ റെഡും ആയിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം ആ ഒരു കേക്കുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഡെക്കറേഷൻ എല്ലാം ഒന്ന് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം തണുത്തതിന് ശേഷം ഒന്നിച്ചങ്ങ് നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം സിമ്പിൾ ഡെക്കറേഷനാണ് കൊടുത്തത്. കാരണം നമുക്ക് തിരക്ക് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് കേക്കുകൾ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ കൊടുക്കേണ്ടതായത് കൊണ്ട് തന്നെ രാത്രി താമസിച്ചാണ് കേട്ടോ എല്ലാം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ ഇവിടെ കേക്കെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ കേക്ക് ഉണ്ടാക്കി പഠിച്ച് ആദ്യമേ നമ്മൾ ഇത് എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ കേക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെയൊക്കെ വലിയ ഓർഡർ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി തന്നെ വരും കേട്ടോ നിറയെ ഓർഡറുകൾ. അപ്പോൾ ഞാനും ആദ്യമായിട്ടൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് ടെൻഷനും അതുമാത്രമല്ല നമുക്ക് ഓർഡറൊന്നും അധികം കിട്ടാതൊക്കെ വന്നിരുന്നു. പിന്നെയൊക്കെ നമുക്ക് അറിഞ്ഞ് നമ്മളെ കേക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ട് എല്ലാവരും നിറയെ ഓർഡറുകൾ തരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നിറയെ ഓർഡറുകൾ കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ടെൻഷനുമാണ് നമുക്ക് ചെയ്ത സമയത്തിനൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അതൊന്നും നോക്കരുത്. എല്ലാം നമ്മൾ വാങ്ങിക്കുക, അതെല്ലാം ചെയ്ത് കൊടുക്കുക, ആ സമയം അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 3 കേക്കും രാവിലെ കൊടുക്കേണ്ട കേക്കെല്ലാം ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കാരണം വലിയ ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ മോൻ പറഞ്ഞ് എനിക്ക് നല്ല ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സിമ്പിളായിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് മക്കൾക്ക് പാക്ക് ചെയ്ത് എല്ലാം അങ്ങ് കൊടുത്ത് വിട്ടു കേട്ടോ. കാരണം പിന്നെ നമുക്കത് വച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ നേരമൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. വേറെ കേക്കുകളൊക്കെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് 2 മിൽക്കി നട്ട്സിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. അതും നമുക്കൊരു 10 മണിക്കൊക്കെ കൊടുക്കേണ്ട കേക്കായിരുന്നു. പിന്നെ നമ്മൾ അതും സെറ്റ് ചെയ്ത് നമ്മളെല്ലാം ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ അടുത്തുള്ള കേക്കുകളെല്ലാം വേവിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം നമുക്കിത് ചെയ്ത് തീർത്ത ഉടനെ തന്നെ അതും ചെയ്ത് നമ്മൾ അത് നമുക്ക് പറയുന്ന ആൾക്ക് അങ്ങ് വിളിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കേക്കെല്ലാം പാക്ക് ചെയ്തിട്ട് അടുത്ത കേക്കുകളെല്ലാം ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന 1/2 കിലോ കേക്കുകളൊക്കെ നമ്മൾ ചെയ്ത് ഉടൻ തന്നെ ആ ഒരു കസ്റ്റമറിനെ വിളിച്ച് നമ്മളെ ഏൽപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കേക്കൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കിലോയുടെ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അതും പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ചെടുത്ത് ചൂടാറിയ ശേഷം ഒന്ന് കട്ട് ചെയ്ത് എല്ലാം എടുത്ത് നമ്മളതും അതുപോലെ തന്നെ ഫിനിഷൊക്കെ ചെയ്തെടുത്ത് കേട്ടോ. അപ്പം നമുക്ക് എത്ര കിലോയുടെ കേക്ക് വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിലൊക്കെ വേവിച്ചെടുക്കാം. ഇതുപോലൊക്കെ പാത്രമൊക്കെ മതി കേട്ടോ. നമുക്ക് ഓവൺ തന്നെ വേണമെന്നില്ല. അപ്പോൾ അതും എല്ലാം ഫിനിഷ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സിമ്പിൾ ഡെക്കറേഷനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് കേക്കൊക്കെ നിറയെ ഓർഡർ കിട്ടുമ്പോൾ വലിയ ഡെക്കറേഷനൊന്നും കൊടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള ഡെക്കറേഷനൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്ന രീതി അവർ പറയും നമുക്ക് ഇന്ന ഡെക്കറേഷൻ തന്നെ മോഡൽ വേണമെന്നൊക്കെ പറയണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിടുന്നുണ്ട്, ചേച്ചി എനിക്ക് സമ്മാനം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണ് എനിക്ക് കമൻറ്റ് ഇടുന്നത്. പക്ഷേ എനിക്ക് ഒരാൾക്ക് മാത്രമേ സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. അത്
എല്ലാവരുടെ പേരെഴുതി നറുക്കെടുത്ത് അതിൽ കിട്ടുന്ന ഒരാൾക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ അടുത്തുള്ള വീഡിയോസൊക്കെ എന്നെ വിജയിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഒരാൾക്ക് തന്നെങ്കിൽ ഞാൻ 2-3 പേർക്ക് കിട്ടാൻ കണക്കിലുള്ള സമ്മാനങ്ങളൊക്കെ ഞാൻ തരും കേട്ടോ. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. വീഡിയോ കാണാതെ ആരും ലൈക്ക് സപ്പോർട്ടൊന്നും ചെയ്യരുത്. വീഡിയോ കണ്ടേ ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാവൂ. കാരണം എങ്കിൽ മാത്രമേ എനിക്കും വിജയിക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിങ്ങളെ സഹായിക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നല്ലതുപോലെ വിജയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കി പഠിക്കണം. കാരണം ഞാൻ നല്ല രീതിയിലാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ചെയ്യുന്ന അതേ രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ ഞാനവിടെ കേക്കെല്ലാം പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു 26-ാം തീയതി ആയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇവിടെ സമ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തിരക്ക് കാരണം പൊട്ടിച്ച് നോക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അത് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അതിലുള്ള ബീറ്ററൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് നമുക്ക് തിരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് തരാൻ, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കതൊന്ന് പാക്ക് ചെയ്യുകയും വേണം. കാരണം നമുക്കപ്പോഴേ അത് അയക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം ഒരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പോഴും ഇത് മാത്രമേ പറ്റുള്ളൂ. മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഞാൻ സമ്മാനം തരും കേട്ടോ. ആരും വിഷമിക്കരുത്. സമ്മാനം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ കാണാതെ ഇരിക്കരുത്, ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അതേപോലെ എടുത്ത് അതേപോലെ വയ്ക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ എനിക്കിത് പിന്നീട് അത് അടയ്ക്കാനൊന്നും പറ്റാതെ വന്നു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ, ഇതാണ് 3 നമ്മളെ കേക്ക് ടിന്നാണ് കേട്ടോ ഇതിലുള്ള. അപ്പോൾ അതും അതിൽ എല്ലാം അതേപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ അത് പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മളിതാ ഇവിടെ ഇത് ടേൺ ടേബിളാണ്, അതും ഞാൻ ഇതിൽ കൊടുത്തിട്ട്. പക്ഷേ ഈ ഒരു ടേൺ ടേബിളിൻ്റെ അകത്ത് തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവർ വച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പും അതുപോലെ തന്നെ നൈഫും അതുപോലെ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഒന്ന് പാക്ക് ചെയ്ത് അത് വച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ബീറ്റർ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ബീറ്റർ ഒന്ന് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എളുപ്പമുണ്ട് കേട്ടോ. അതേപോലെ ഒന്ന് നമുക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ എനിക്ക് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ബീറ്ററൊക്കെ ഇല്ലാത്തവർക്ക് എനിക്ക് കൂടുതലൊക്കെ തരാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ഫുള്ള് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനവിടെ ബീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് എനിക്ക് നല്ല നല്ല സമ്മാനങ്ങൾ തരണമെന്നുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ ഞാൻ ഒന്ന് ഓണാക്കിയപ്പോൾ നല്ലതുപോലെ വർക്ക് ചെയ്യണം. നല്ല സ്പീഡും ഉണ്ട് കേട്ടോ ഈ ഒരു ബീറ്ററിന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം അതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ നോക്കിയത്, നമ്മൾ നോക്കാതൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് ഓണാക്കി നോക്കി ക്ലിയർ ചെയ്തിട്ട് ഞാൻ അയച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് നിറയെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, അതിന് ഒത്തിരി സന്തോഷമുണ്ട്. അതുമാത്രമല്ല നിറയെ കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും അതുപോലത്തെ സമ്മാനങ്ങളൊക്കെ തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യുക. അപ്പം അതുമാത്രമല്ല നിങ്ങൾ ഓരോ കേക്കുകൾ ചെയ്ത് പഠിക്കണം. നമ്മൾ കേക്ക് ചെയ്യാതെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. എല്ലാവരും മിക്സിയിൽ ചെയ്യുന്ന കേക്കുകളും ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് കേക്ക് ചെയ്തിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ഒരിക്കൽ ചെയ്തിട്ട് ആ കേക്ക് ചെയ്യണം നിർത്തരുത് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ.